ഭിന്നശേഷി സ്കൂളുകളോട് സർക്കാർ അവഗണന തുടരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സൂചനാ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്പെഷ്യൽ സ്കൂൾ മേഖലയോട് നിരന്തരമായി സർക്കാർ നടത്തുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് സെപ്റ്റംബർ 11 ബുധനാഴ്ച രാവിലെ 10 സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉപവാസ സമരം നടത്താൻ തീരുമാനിച്ചതെന്ന് SSSU സംയുക്ത സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. രജിസ്ട്രേഷൻ ലഭിക്കണമെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള 20 കുട്ടികളെങ്കിലും വേണമെന്ന ഉത്തരവ് സർക്കാരിന്റെ ഇരട്ട നീതിയാണെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് സവിശേഷ വിദ്യാഭ്യാസവും പരിശീലനവും നൽകുന്ന സ്പെഷ്യൽ സ്കൂൾ മേഖലയോട് നിരന്തരമായി സർക്കാർ നടത്തുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് സെപ്റ്റംബർ 11 ബുധനാഴ്ച രാവിലെ 10 സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉപവാസം നടത്താൻ തീരുമാനിച്ചതെന്ന് SSEU സംയുക്ത സമരസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭിന്നശേഷി സ്കൂളുകൾക്ക് 2023-24 സാമ്പത്തിക വർഷത്തെ പാക്കേജ് വിതരണം ചെയ്യുന്നതിനായി ഇറങ്ങിയ ഉത്തരവിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി പലതവണ ബന്ധപ്പെട്ടവർക്ക് നിവേദനങ്ങൾ സമർപ്പിച്ചപ്പോൾ ആവശ്യമായ തിരുത്തലുകൾ വരുത്താമെന്ന് കഴിഞ്ഞ ഒക്ടോബർ മാസം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഉറപ്പു നൽകിയെങ്കിലും പാലിച്ചില്ലെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. തുടർന്ന് നടന്ന കോൺക്ലേവിൽ ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഈ വർഷത്തെ പാക്കേജിനുള്ള അപേക്ഷകൾ ക്ഷണിക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു. സ്പെഷ്യൽ സ്കൂളിന്റെ രജിസ്ട്രേഷൻ ലഭിക്കണമെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള 20 കുട്ടികളെങ്കിലും വേണമെന്ന ഉത്തരവ് സർക്കാരിന്റെ ഇരട്ട നീതിയാണെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥികളെ പരിശീലനം കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് NGOs നടത്തുന്ന സ്പെഷ്യൽ സ്കൂൾ. കേരളത്തിൽ 300 ചില്ലറ സ്പെഷ്യൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 2023-2024 അധ്യയന വർഷം നമ്മൾ സർക്കാർ ഇത്തരം സ്പെഷ്യൽ സ്കൂളുകൾക്ക് അനുവദിക്കുന്ന സ്പെഷ്യൽ പാക്കേജ് എന്ന രീതിയിലാണ് അനുവദിക്കുന്നത്. ആ പാക്കേജ് മാർച്ച് ഏപ്രിൽ മാസമാണ് ലഭ്യമായത്. ഈ വർഷം ഈ സമയം വരെ ആയിട്ടും അതിൻ്റെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞിരുന്നത് ഒക്ടോബർ മാസത്തോടുകൂടി ഒന്നാമത്തെ ഗഡു അനുവദിക്കും എന്നുള്ളതാണ്. പക്ഷേ നാളിതുവരെയായിട്ടും അതിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ കുറേയേറെ അപാകതകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അനുവദിച്ചപ്പോൾ. അധ്യാപകരുടെ യോഗ്യതയിലും മറ്റും കുട്ടികളുടെ എണ്ണത്തിലും ഒക്കെ കുറേ അപാകതകളോടുകൂടിയാണ് വന്നത്. ആ പോർട്ടലിലുള്ള അപാകതകൾ ഈ വർഷം പരിഹരിച്ചുകൊണ്ടായിരിക്കും അപേക്ഷ വിളിക്കുക എന്നുള്ള ഒരു നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഒക്ടോബർ മാസം എന്ന് പറഞ്ഞിട്ടും ഈ നാൾ വരെയും അപേക്ഷ സ്വീകരിക്കാത്തത് കൊണ്ട് ഒരു സൂചനാ സമരം, പട്ടിണി സമരം എന്നുള്ള രീതിയിൽ സെപ്റ്റംബർ 11 സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. രക്ഷിതാക്കളും ജീവനക്കാരും മാനേജ്മെൻറ്റും ചേർന്നുകൊണ്ടാണ് ഈ ഒരു ഉപവാസ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ സ്പെഷ്യൽ സ്കൂൾ എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കോർഡിനേറ്റർ P. ശോഭന, AID ജില്ലാ കോർഡിനേറ്റർ സിസ്റ്റർ അൽഫോൺസ് ആന്റണി, DSS SOB ജില്ലാ കോർഡിനേറ്റർ സിസ്റ്റർ വെൽമ ജോസ്, MSMI സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ പ്രതിനിധി ശോഭ രവീന്ദ്രൻ, സീമ ജോമോൻ എന്നിവർ പങ്കെടുത്തു.